ഈ ആത്മവിശ്വാസത്തോടുകൂടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു, ധനകാര്യ വകുപ്പ് മന്ത്രി എന്നല്ല ഞാനും പറഞ്ഞു, ഇത് സംബന്ധിച്ച് ചുമ്മാതെ ഒരു മാജിക്ക് പോലൊരു പ്രഖ്യാപനം നടത്താൻ പറ്റില്ല. ഇത് ലോട്ടറി എടുത്തിട്ട് പ്രഖ്യാപനം നടത്തുന്നതല്ല. തമാശയ്ക്ക് വേണം ഇത് ലോട്ടറി വല്ലതും അടിച്ചോ സർക്കാരിന്? അങ്ങനല്ല, കൃത്യമായ ഒരു കണക്കും കാര്യങ്ങളും പഠിച്ചിട്ട് തന്നെയായിരിക്കും ചെയ്യുന്നത്. അതിനുള്ളൊരു പരിപാടി ആലോചിച്ച് വിശദമായി നോക്കി അതിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് പറയുന്നത്. അത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ആത്മവിശ്വാസത്തോടെ പറയുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൻ്റെ മേളിൽ ഈ ബർഡൻ ഉണ്ടാക്കാനാണെന്ന് ഇവർ പറയുന്നല്ലോ. അങ്ങനെ സാധാരണഗതി തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് നമ്മൾ ലാസ്റ്റിലെ മന്തിലാണ് പറയുന്നതെങ്കിൽ 2 മാസം മുമ്പ് പറയുന്നത് പറയും, 2-3 മാസത്തേക്കാണ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ 1 മാസത്തേക്കാണ് കൊടുക്കുന്നത്. ഞങ്ങൾ 6 മാസത്തെ ഉത്തരവാദിത്വമാണ് എടുക്കുന്നത്. 1 വർഷത്തിൽ കൊടുക്കേണ്ടതിന് 6 മാസത്തെ ഉത്തരവാദിത്വം എടുക്കുന്നത്. 6 മാസം കൊടുക്കുമ്പോൾ ഇത് കൊടുക്കാൻ പറ്റുന്നതാണെന്ന് ആൾക്ക് ബോധ്യപ്പെടുമല്ലോ. അല്ലെങ്കിൽ പറയുന്നതൊരു ഇലക്ഷൻ പ്രചരണമാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇത് കൊടുക്കുന്നത്? ഞങ്ങൾ ജനങ്ങളോടുള്ള ഉത്തരവാദിത്വമാണ്, കൊടുക്കാനുള്ള ഉത്തരവാദിത്വം എന്ന നിലയിൽ തന്നെയാണ് ചെയ്യുന്നത്. രാജ്യത്ത് അതുകൊണ്ട് തന്നെയാണ് വലിയ വറുതിയും ബുദ്ധിമുട്ടും ഒന്നുമില്ലാതെ ജനങ്ങൾക്ക് സ്വസ്ഥമായി ജീവിക്കാൻ ഇവിടെ കഴിയുന്നത്. പിന്നെ UDF നേതാക്കന്മാരുടെ വല്ലാത്തൊരു ആശങ്ക ഇനി അടുത്ത് വരുന്ന ഗവൺമെൻറ് എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നതെന്നുള്ളതാണ്. അതെന്തായാലും അടുത്ത് വരുന്ന ഗവൺമെൻറ് LDF ഗവൺമെൻറ് വരണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നത്. ജനങ്ങളത് വിശ്വസിക്കും, പിന്തുണയ്ക്കുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ജനങ്ങളാണ് നിശ്ചയിക്കേണ്ടത്. എന്നാലും LDF ഗവൺമെൻറ് ഇക്കാര്യത്തിനകത്ത് നല്ല ആത്മവിശ്വാസത്തോടെയാണ് ചെയ്യുന്നത്. അത് നടത്താൻ പറ്റും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 5 വർഷം മുമ്പ് ഇതുപോലുള്ള ശമ്പള പരിഷ്കരണവും മറ്റു കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇതേപോലെ പറഞ്ഞു. ഞാൻ ധനകാര്യമന്ത്രിയായി ചുമതലയെടുക്കുന്ന സമയത്ത് തൊട്ട് മുമ്പത്തെ ഗവൺമെൻറ്റിനേക്കാളും വലിയ ബാധ്യത 30,000 കോടിയിലധികമാണ് ആ വർഷത്തെ സ്പെൻഡിങ് വന്നു. 30,000-35,000 കോടി വരെ വന്നു. ആ ബാധ്യതയുണ്ടായിരുന്നു. വലിയ ബാധ്യതകൾ വരുമല്ലോ, സാധാരണഗതിയിൽ ഈ ബാധ്യതകൾ വരും. ആ ശമ്പള പരിഷ്കരണം ഞങ്ങൾ വന്നതുകൊണ്ടാണ് നടപ്പിലാക്കിയത്. അന്നും ഇതുപോലെ പ്രതിപക്ഷം പറഞ്ഞു ഇത് അടുത്ത ഗവൺമെൻറ്റിനെ തകർക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു. LDF ഗവൺമെൻറ് അല്ലായിരുന്നു വന്നതെങ്കിൽ, തുടർച്ചയായിട്ട് ഈ ഗവൺമെൻറ് വന്നില്ലായിരുന്നെങ്കിൽ ആ പരിപാടികൾ പലതും നടത്താതെ നിർത്തിപ്പോയേനെ. അപ്പോൾ ഇത് നടത്താൻ പറ്റുമെന്നുള്ള ഉറപ്പാണ്. അത് നടത്തേണ്ട കമ്മിറ്റ്മെൻ്റ് ഉണ്ട്. അത് ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസത്തോടുകൂടി തന്നെയാണ് പറയുന്നത്. അത് ചെയ്യാൻ പറ്റും. എന്തായാലും പ്രതിപക്ഷത്തിൻ്റെ ആശങ്കയും ഈ സംശയങ്ങളും ഒക്കെ വളരെ ഗൗരവത്തോടെ ഞങ്ങൾ എടുക്കുന്നത്. എന്തായാലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇത് തുടർച്ച വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. ചെയ്യാൻ പറ്റുമെന്നുള്ള വിശ്വാസമുള്ള കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ എന്നാണ് പറയാനുള്ളത്. കുട്ടികൾക്ക് മരുന്നും അതുപോലെ തന്നെ ചികിത്സാ സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിരുന്നത് മിഠായി പദ്ധതിയിലൂടെയാണ്. അവർക്ക് റാപ്പിഡ് ആക്ഷൻ ഇൻസുലിനാണ് കൊടുത്തിരുന്നത്. പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് സ്ലോ ആക്ഷൻ ഇൻസുലിനാണ് കൊടുക്കുന്നത്. അതിന് കാരണം പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധിയാണ്, മരുന്ന് കൊടുക്കാൻ പൈസ ഇല്ല, അതുകൊണ്ടാണ് കൊടുക്കാൻ പറ്റാത്തതെന്നാണ് ഈ ആരോഗ്യവകുപ്പ് എന്ന് പറയുന്നത്. എനിക്ക് പിന്നെ ആ മരുന്നിൻ്റെയൊക്കെ ഈ കെമിക്കൽ കണ്ടൻറ്റും മറ്റു കാര്യമൊന്നും സാങ്കേതികമായി പറയാനുള്ള ധാരണ എനിക്കില്ല. അതേസമയം സാമ്പത്തിക സ്ഥിതി കാരണം അങ്ങനത്തെ മരുന്നുകളൊന്നും വെട്ടിക്കുറയ്ക്കുന്നില്ല. ഇപ്പം തന്നെ എൻഡോസൾഫാൻ്റെ ലിസ്റ്റിൽ നേരത്തെ പെടാത്ത കുറേയേറെ ആളുകൾക്ക് ഇപ്പം ഏർപ്പെടുത്തി നിങ്ങൾക്കറിയാമല്ലോ. കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ ഒരു സാമ്പത്തികമായ ഉത്തരവാദിത്വം വരുന്ന ബാധ്യത വരുന്നൊരു കാര്യമാണ്. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ഏർപ്പെടുത്തിയല്ലോ. അതേസമയം നമ്മൾ 600-700 കോടിയാണ് ഒരു വർഷം ബഡ്ജറ്റിൽ സാധാരണ വെക്കുന്നത് ഈ കാരുണ്യ പോലുള്ള പദ്ധതിക്ക്. അതിൻ്റെ ഇരട്ടിയിലധികം 1500 കോടി വരെയൊക്കെ ചിലവാക്കേണ്ടി വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ആ പണം നമ്മൾ ചിലവാക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. എന്തായാലും സാമ്പത്തികമായിട്ടൊരു പിടുത്തം ഉണ്ടെന്നുള്ളതുകൊണ്ട് മരുന്നിൻ്റെ ഇത് കുറയ്ക്കുകയോ മരുന്ന് മേടിക്കാതിരിക്കുകയോ ചെയ്യുന്ന പ്രശ്നമില്ല. ഇനിയായാലും ആ പ്രശ്നം ഉണ്ടാവില്ല എന്നുള്ളത് ഞാൻ പറയാം. സെക്രട്ടേറിയറ്റ് പഠിക്കൽ നിന്നും ആശമാർ സമരം അവസാനിപ്പിച്ച് നാളെ മടങ്ങുകയാണെന്നാണ് പറയുന്നത്. അങ്ങനെ സമരം അവസാനിപ്പിച്ച് മടങ്ങുമെന്ന് പറയുമ്പോഴും 1 രൂപ പോലും തരില്ല എന്ന് പറഞ്ഞ് സർക്കാരിൽ നിന്ന് 1000 രൂപയിലേക്ക് തരുന്ന രീതിയിലേക്ക് സമരം കൊണ്ടെത്തിച്ചു എന്നുള്ളതാണ് സമരസമിതിയിലുള്ള ആളുകൾ പറയുന്നത്. എന്തായാലും അവർ സർക്കാരിനെ അഭിനന്ദിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. നല്ല കാര്യമാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞ എന്താ, ഇങ്ങനെ ഇത്തരം ഒരു കാര്യത്തിനകത്ത് കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ ആദ്യം തന്നെ പറഞ്ഞതാണ് ഞാൻ, കേന്ദ്ര ഗവൺമെൻറ് ഇത് തരാത്തതാണ് പ്രശ്നം, ഞങ്ങൾക്ക് പറ്റുന്നതനുസരിച്ച് ഞങ്ങൾ ചെയ്യുന്നുണ്ട്, ഇനിയും ചെയ്യും. അന്നും പറഞ്ഞെന്താ, ഇനിയും ചെയ്യുമെന്നാണ്. ഞാൻ കൊല്ലത്ത് വെച്ച് വലിയ ഒരു സംസ്ഥാന സർക്കാരിൻ്റെ വാർഷിക പരിപാടിയുടെ സമയത്ത് തന്നെയാണെന്ന് തോന്നുന്നു എന്നോട് പത്രപ്രവർത്തകർ ചോദിച്ചു. ഞാൻ പറഞ്ഞു സമരം ചെയ്യുന്ന ആളുകളോട് ഞങ്ങൾക്ക് ദേഷ്യമൊന്നുമില്ല, അവരുടെ ആവശ്യത്തിന് ന്യായം കാണും, ഞങ്ങളവരെ ഒന്നും അങ്ങനെ തള്ളിപ്പറയുന്നില്ല. പക്ഷേ നമ്മുടെ വസ്തുതകൾ കണ്ട് മനസ്സിലാക്കി വേണം സമരം ചെയ്യാൻ. ആരാണ് ഈ ആശാ സംവിധാനത്തിന് പണം തരേണ്ടത്? കേന്ദ്ര സർക്കാരാണ്. അത് അവരും അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ കേന്ദ്ര സർക്കാർ തരുന്നില്ല എന്നുള്ളതിന് കേന്ദ്ര സർക്കാരിനോട് ഞാൻ 3 വർഷത്തെ കേന്ദ്ര ഗവൺമെൻറ്റുമായിട്ടുള്ള പ്രീ ബഡ്ജറ്റ് ചർച്ചയിൽ ധനകാര്യമന്ത്രി എന്ന നിലയിൽ ആശാ, അംഗൻവാടി, മറ്റ് സ്കീം വർക്കേഴ്സിൻ്റെ പണം കൂട്ടുന്നതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. അല്ലാതെ ഈ സമരം വന്നപ്പോഴല്ല. ഞാൻ മാത്രമല്ല, കോൺഗ്രസിൻ്റെ നേതാവ് കർണാടകത്തിൽ നിന്ന് ആ മീറ്റിംഗ് വരുന്ന അവരുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ചീഫ് മിനിസ്റ്ററാണ്. പക്ഷേ അവരുടെ ചീഫ് മിനിസ്റ്റർ അല്ല വരുന്നത്, ശ്രീ കൃഷ്ണബൈര ഗൗഡ എന്ന് പറയുന്ന മന്ത്രിയാണ് വരുന്നത്. അദ്ദേഹം ഉൾപ്പെടെ ഞങ്ങൾ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. കർണാടകം പറഞ്ഞിട്ടുണ്ട്, കേരളം പറഞ്ഞിട്ടുണ്ട്, ഇനി കോൺഗ്രസ് ഭരിക്കുന്ന അല്ലാത്ത സംസ്ഥാനങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഈ മീറ്റിങ്ങിൽ ഓരോ സംസ്ഥാനം പറഞ്ഞത് ഞാൻ എടുത്ത് പറയുന്നില്ല.
നമ്മുടെ ബഡ്ജറ്റ് ചർച്ചയിലെല്ലാം ഞങ്ങൾ പറയുന്നുണ്ട് ഇത് നിങ്ങൾ 10-12 വർഷം മുമ്പ് തീരുമാനിച്ചതാണ്, ഞങ്ങളിത് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ പണം കൊടുക്കുന്നത് കേരളത്തിൽ തന്നെയാണ്. അതുകൊണ്ട് അവർ വർദ്ധിപ്പിക്കണം. ഈ കാര്യമാണ് നമ്മളവരോട് പറഞ്ഞത്. ഇപ്പോൾ അവർ പറയുന്നു ഈ സമരം കൊണ്ടാണ് വർദ്ധിപ്പിച്ചത്, അവരങ്ങനെ വിചാരിച്ചോട്ടെ, ആ സമരത്തിനോടൊന്നും നമുക്ക് അനുഭവമില്ലാതില്ല. പക്ഷേ കേരളത്തിലെ എല്ലാ വിഭാഗം ആളുകൾക്കും അവരെല്ലാം ഈ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ട്. ഈ അംഗൻവാടി മേഖലയിലെയും ആശാപ്രവർത്തകരും മറ്റ് പ്രവർത്തകരും എല്ലാം സമരത്തിന് വന്നിട്ടുണ്ട്, നോട്ടീസ് തന്നിട്ടുണ്ട്, ചർച്ചയ്ക്ക് നമ്മൾ വിളിച്ചിട്ടുണ്ട്. ഞാനുൾപ്പെടെയുള്ള ആളുകൾ പങ്കെടുത്ത് ചർച്ച ചെയ്തിട്ടുണ്ട്. ആരോഗ്യമന്ത്രി നിരവധി പ്രാവശ്യം ചർച്ച ചെയ്തു. അവർ പറഞ്ഞെന്താ, ഞങ്ങൾക്ക് ഈ വലിയ തുകയില്ലാതെ തീരത്തെ ഇല്ലെന്നല്ലേ പറഞ്ഞ്. അത് അവരുടെ ഡിമാൻഡിനെ നമ്മൾ എതിർക്കുന്നില്ല, കുഴപ്പമൊന്നും പറയുന്നില്ല. പക്ഷേ അവരുൾപ്പെടെ ഒരു കാര്യം അംഗീകരിച്ചല്ലോ, സർക്കാർ ഇപ്പോൾ ഒരു ന്യായമായ കാര്യം ചെയ്തൊന്നും സമ്മതിച്ചല്ലോ. അതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് ഞാൻ കരുതുന്നു. മഹാഭൂരിപക്ഷം വരുന്ന ഈ നാട്ടിലെ എല്ലാവർക്കും കൂട്ടിക്കൊടുത്തിട്ടുണ്ട്. അവരെല്ലാം ഈ സർക്കാർ അവരാവശ്യപ്പെടുമ്പം തന്നെ ന്യായമായ കാര്യങ്ങളെല്ലാം ചെയ്യാൻ തയ്യാറാവുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ്. എന്നാൽ നമുക്ക് ഇനിയും കൂടുതൽ ആഗ്രഹം എനിക്ക് കൊണ്ട് കൊടുക്കണമെന്ന്, അവർക്ക് കിട്ടണമെന്നുണ്ട്, ഗവൺമെൻറ്റിനുണ്ട്. പക്ഷേ അതെല്ലാം കൊടുക്കാനുള്ള സാഹചര്യം നമുക്കില്ല. എല്ലാ മേഖലയിലും കുറച്ചുകൂടി എല്ലാം കൊടുത്തുകൂടെ? അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്ന് പിടിച്ചു വാങ്ങാനുള്ള ശ്രമം നമ്മൾ സംയുക്തമായിട്ട് കളക്റ്റീവായിട്ട് ചെയ്യേണ്ടതുണ്ട്.